ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ബാക്ക്പാക്ക് ബഡീസ്. ഈസ്റ്റർ വെക്കേഷന് ഈ പ്രാവശ്യം ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്കുള്ള ട്രിപ്പിലാണ്. ആംസ്റ്റർഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. യൂറോപ്പിലെ ഏറ്റവും സുന്ദരമായ നഗരങ്ങളിൽ ഒന്നാണ് ആംസ്റ്റർഡാം. കനാലുകൾ കൊണ്ട് നിറഞ്ഞതിനാൽ സിറ്റി ഓഫ് കനാൽസ് എന്ന പേരിൽ ആംസ്റ്റർഡാം പ്രശസ്തമാണ്. ഇവിടെ ആളുകൾ കൂടുതലായി സൈക്കിൾ ഉപയോഗിക്കുന്നു. ചരിത്രവും സംസ്കാരവും ഇഷ്ടമുള്ളവർക്ക് ഇവിടെയുള്ള മ്യൂസിയങ്ങൾ, ട്യൂലിപ്പ് ഗാർഡൻസ് എല്ലാം മസ്റ്റ് വിസിറ്റാണ്. അതിനൊപ്പം ലോകപ്രശസ്തമായ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റും ഇവിടെ തന്നെയാണ്. രാത്രിയിൽ ലൈറ്റ്സ് കൊണ്ട് നിറഞ്ഞ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് നൽകുന്ന സ്ഥലമാണിത്. കനാൽ ക്രൂയിസ് പോകാനും സിറ്റി വാക്ക് ചെയ്യാനും ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനും ആംസ്റ്റർഡാം ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കോക്കൻഹോഫ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡനുകളിൽ ഒന്നാണ്. സ്പ്രിംഗ് സീസണിൽ, അതായത് മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇവിടെ എത്തുമ്പോൾ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാനാകാത്ത വിധം നിറഞ്ഞു കവിഞ്ഞ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് കാണാം. വിവിധ നിറങ്ങളിലുള്ള മില്യൺസ് ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ ബ്ലൂമിംഗ് ആയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത്. ചുവപ്പ്, മഞ്ഞ, പിങ്ക്, പർപ്പിൾ, ഒരു റെയിൻബോ ഗാർഡൻ പോലെ തന്നെയാണ്. ഫാമിലിക്കും കിഡ്സിനും വളരെ എൻജോയബിൾ ആയ ഒരു പ്ലേസ് ആണിത്. കോക്കൻഹോഫ് സാധാരണയായി വർഷത്തിൽ കുറച്ചു മാസങ്ങൾ മാത്രമേ ഓപ്പൺ ആയിരിക്കൂ. അതുകൊണ്ട് ഇത് കാണാൻ വരുന്നവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ നെതർലാൻഡ് പോകുന്നുണ്ടെങ്കിൽ കോക്കൻഹോഫ് മിസ് ചെയ്യരുത്. ഇത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग, सूरज की बाहों में अपनी ये जिंदगी गिरने है सांसों में बातों में रोशनी, सूरज की बाहों में अपनी ये जिंदगी गिरने है सांसों में बातों में रोशनी. तुम तो दरअसल मीठी सी हो, लगता है ये हमेशा के तुम आस पास हो. गहरा है जो लबों पे वो एहसास हो. कल पे सवाल है, जीना फिलहाल है, खाना बदोशियों पे ही जाने से ना गुजारा मेरा वे, जीने का जुनून तू सहारा मेरा वे, मर के भी पास रहूंगा तेरे में सोना. दिल का दरिया बह ही गया, इश्क इबादत बन ही गया, खुद को
मुझे तू सौंप दे मेरी जरूरत. ആംസ്റ്റർഡാം നഗരത്തിലെ ഏറ്റവും ലൈവ്ലിയായ ഭാഗം ആംസ്റ്റർഡാം സിറ്റി സെൻ്ററാണ്. എപ്പോഴും ആളുകൾ, സൈക്കിളുകൾ, ട്രാംസ്, ഷോപ്സ് എല്ലാം നിറഞ്ഞിരിക്കും. ഇവിടുത്തെ പ്രധാന അട്രാക്ഷനാണ് ഡാം സ്ക്വയർ. ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളും സ്ട്രീറ്റ് പെർഫോമേഴ്സും കൊണ്ട് ഈ സ്ഥലം എപ്പോഴും എനർജറ്റിക് ആണ്. സിറ്റി സെൻട്രൽ കൂടി നടക്കുമ്പോൾ ഇരുവശവും കാണുന്ന കനാൽസ്, ക്യൂട്ട് ബ്രിഡ്ജസ്, കോഫി ഷോപ്സ് എല്ലാം ഒരു മൂവി സെറ്റ് പോലെ തോന്നും. ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വളരെ നല്ല സ്ട്രീറ്റ്സ് ഉണ്ട്. സുവനീഴ്സ് മുതൽ ബ്രാൻഡഡ് ഷോപ്സ് വരെ ഇവിടെയുണ്ട്. ഈവനിംഗ് ടൈമിൽ ലൈറ്റ്സ് ഓണാക്കുമ്പോൾ സിറ്റി സെൻറ്റർ അത്യന്തം ബ്യൂട്ടിഫുള്ളായി മാറും. ഫോട്ടോഗ്രാഫിക്കും വാക്കിങ്ങിനും പെർഫെക്റ്റ് പ്ലേസ് ആണിത്. ലോകപ്രശസ്തമായ ഹൈനിക്കൻ ഒരു ഇൻട്രാക്റ്റീവ് ബ്രൂവറി എക്സ്പീരിയൻസ് ആണ്. ഹൈനിക്കൻ ബ്രാൻഡ് എങ്ങനെ സ്റ്റാർട്ടായി, ഹിസ്റ്ററി എങ്ങനെയാണ്, എല്ലാം ഫണ്ണായി എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ സാധിക്കും. ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിലുള്ള മാഡം ടൂസോട്ട്സിൽ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് ലൈക്ക് വാച്ച് സ്റ്റാച്യൂസ് കാണാം. ഫോട്ടോ എടുക്കാൻ പെർഫെക്റ്റ് പ്ലേസ് ആണിത്. സ്ട്രീറ്റ്സിൽ കിട്ടുന്ന ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ഡിഫറെൻറ്റ് സോസസോടുകൂടി സൂപ്പർ ടേസ്റ്റി എക്സ്പീരിയൻസ് ആണ്. ആംസ്റ്റർഡാമിലെ കോഫി ഷോപ്സുകളിൽ കനാബിസ് പ്രൊഡക്ട്സ് ലീഗലി റെഗുലേറ്റഡായി സെൽ ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ക്യൂരിയോസിറ്റി കൊണ്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ഫേമസ് കൾച്ചറൽ സ്പോട്ടാണിത്. ആംസ്റ്റർഡാമിൻ്റെ സിറ്റി സെൻറ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. രാത്രിയായാൽ റെഡ് ലൈറ്റ്സ് കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേക വൈബാണ് ഇവിടെയുള്ളത്. ഇവിടെ നാരോ സ്ട്രീറ്റ്സ്, കനാൽസ്, ഓൾഡ് ബിൽഡിങ്സ് എല്ലാം ചേർന്ന് ഒരു അൺയൂഷ്വൽ എക്സ്പീരിയൻസ് ആണുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഇത് കാണാൻ വരാറുണ്ട്. ഇത് നിയമപരമായി റെഗുലേറ്റഡ് ആയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് വിസിറ്റേഴ്സ് റൂൾസ് റെസ്പെക്റ്റ് ചെയ്ത് ബിഹേവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് കൂടാതെ ഇവിടെ നൈറ്റ് ലൈഫ് കഫേസ്, റെസ്റ്റോറൻറ്റ്സ് എന്നിവയും കാണാം. അതുകൊണ്ട് ഇത് സിറ്റിയുടെ അനദർ സൈഡ് കാണിക്കുന്ന ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആംസ്റ്റർഡാം വിസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് തുലിപ്പ് എക്സ്പീരിയൻസ് ആംസ്റ്റർഡാം.
ഹൗസ് ഒരു മ്യൂസിയം മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഒരു വളരെ ഇമോഷണലായ കഥ പറയുന്ന സ്ഥലമാണിത്. ഇവിടെ ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയും അവളുടെ കുടുംബവും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒളിച്ചിരുന്ന ഹിഡൻ ഹൗസ് കാണുവാൻ സാധിക്കും. അവളുടെ ഡയറിയിൽ എഴുതിയ ജീവിതാനുഭവങ്ങൾ ഇന്ന് ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് ഒരു ഇമോഷണൽ ആൻഡ് മീനിങ് ഫുൾ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നെതർലാൻഡ്സിലെ തന്നെ ഏറ്റവും ബിസിയായ ട്രെയിൻ സ്റ്റേഷനുകളിൽ ഒന്നാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ട്രെയിനുകൾ പോകുന്നു. സ്റ്റേഷൻ കെട്ടിടം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓൾഡ് ആർക്കിടെക്ചർ ആൻഡ് മോഡേൺ ഫെസിലിറ്റീസ് ചേർന്ന ഒരു ഐക്കോണിക് പ്ലേസ്. ആംസ്റ്റർഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 വീഡിയോ ഓഫ് ആംസ്റ്റർഡാം. जुदा के